തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിലൂടെ വിനീത് ശ്രീനിവാസൻ വീണ്ടും പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കുന്നു. സൗഹൃദത്തിൻ്റെ കഥ പറഞ്ഞ ആദ്യ ചിത്രമായ മലർവാടി ആർട്സ് ക്ലബിന് ശേഷം പ്രേക്ഷകർ കൊതിച്ചിരുന്ന മനോഹരമായൊരു പ്രണയകഥയുമായി എത്തുകയാണ് വിനീത് ശ്രീനിവാസൻ തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിലൂടെ. ഇതിൻ്റെ വിശേഷങ്ങളുമായി ഈ തിരക്കഥയിൽ വിനീത് ശ്രീനിവാസൻ. തിരക്കഥയിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദ്യം തന്നെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള സന്തോഷം അറിയിക്കട്ടെ, ഇത്രയും മനോഹരമായ ഒരു സിനിമ സമ്മാനിച്ചതിന്. പിന്നെ ഒരു വിഷമം കൂടിയുണ്ട്, കാരണം പലർക്കും ടിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളത്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു സന്തോഷമായിരിക്കും, കാരണം അങ്ങനെ വരാനുള്ളത്. ആദ്യമായി മലർവാടി എന്ന് പറയുന്ന സിനിമയിൽ സൗഹൃദത്തിൻ്റെ കഥ പറഞ്ഞു വന്നു. ഇപ്പോൾ ഇതാ പ്രണയത്തിൻ്റെ ഒരു കഥ പറഞ്ഞിട്ട് തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന ചിത്രം. ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു ഈ ഒരു സിനിമ ഉണ്ടാകാനുള്ളത്? ഞാൻ 2010 സെപ്റ്റംബറിൽ ഒരു ഷോർട്ട് സ്റ്റോറി വായിച്ചപ്പോൾ തോന്നിയതാണ് ഒരു പ്രണയകഥ പറയാമെന്ന്. അപ്പോൾ ഇന്ത്യൻ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറി ഉണ്ടായിരുന്നു. അത് ഒരു എന്താ പറയുക, ദുഃഖത്തിൽ എൻഡ് ചെയ്യുന്ന ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു, ഒരു സാഡ് എൻഡിങ് ആയിരുന്നു. പക്ഷേ അതിൽ ചില കാര്യങ്ങളിങ്ങനെ വായിച്ചപ്പോൾ ഒരു ലവ് സ്റ്റോറി മലയാളത്തിൽ വരാത്തതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ആ പുസ്തകം അങ്ങനെ ആലോചിക്കാൻ ഭയങ്കരമായിട്ട് പ്രേരിപ്പിച്ചു. നമ്മളിപ്പോൾ അനിയത്തിപ്രാവ്, നിറ ഒക്കെ കഴിഞ്ഞിട്ട് ചെറുപ്പക്കാരുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലവ് സ്റ്റോറി നമ്മൾ പിന്നെ കണ്ടിട്ടില്ല. ഒരു 20-21 ക്യാമ്പസ് ലൈഫിലൊക്കെ ഉള്ളൊരു ലവ് സ്റ്റോറി പിന്നെ നമ്മൾ ആഘോഷിച്ച ഒരു സിനിമയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് നല്ല സ്കോപ്പ് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ആലോചന തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കണം, അവരുടെ പേരുകൾ അങ്ങനെ ഇരിക്കണം. അപ്പോൾ വിനോദും എന്നും ഐഷ എന്നും പേരിട്ടു, വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ്. അപ്പോൾ അവരുടെ ക്യാരക്ടറും അങ്ങനെ ഇരിക്കണം, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ പോലെ തോന്നുന്ന രീതിയിൽ ആയിരിക്കണം വിനോദ്. ഐഷയെ നമുക്ക് അറിയുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം. അങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അവരുടെ ക്യാരക്ടറൈസേഷനിൽ കുറേ ഇങ്ങനെ വർക്ക് ചെയ്തു. അവരിങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അവരെ പറ്റിയിട്ടുള്ള നമ്മുടെ സ്വപ്നങ്ങളുണ്ടല്ലോ, അതുമായിട്ട് ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ നടന്നു. അങ്ങനെ ഇങ്ങനെ അൺഫോൾഡ് ചെയ്ത് വന്നതാണ് കഥ. അല്ലാതെ കഥ ആലോചിച്ച് മുന്നോട്ട് പോയതല്ല. കഥാപാത്രങ്ങൾ വന്നു. പിന്നെ ലവ് സ്റ്റോറീസിൽ എനിക്കിഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഈ ലവ് സ്റ്റോറിയിൽ വന്നാൽ നന്നായിരിക്കും എന്നിങ്ങനെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ കുറേ ആഗ്രഹങ്ങൾ വന്നിട്ടുള്ള മനസ്സിലുള്ള കാമുകനെ അങ്ങ് തുറന്നു വിട്ടു കുറച്ചൊക്കെ. ഇതിൻ്റെ ഒരു പശ്ചാത്തലം തലശ്ശേരിയാണ്. എനിക്കൊന്ന് തലശ്ശേരി കൂടുതൽ താല്പര്യമുള്ളത് കൊണ്ടും അവിടെ ജനിച്ചു വളർന്നത് കൊണ്ടായിരിക്കും അല്ലേ? എനിക്ക് പിന്നെ സിനിമയിൽ സാധാരണ തലശ്ശേരി ശൈലിയിലുള്ള ഒരു സ്ലാങ് വന്നിട്ടുള്ള ഒരു സംഭാഷണ ശകലം കുറച്ച് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഉണ്ടായിട്ടില്ല. ത്രൂ ഔട്ട് തലശ്ശേരി ഭാഷ യൂസ് ചെയ്തിട്ടൊരു പടം ഞാൻ കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ തലശ്ശേരി സ്ലാങ് നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ, അത് ക്രൂഡായിട്ട് പറഞ്ഞാൽ, അത് അവിടെ പറയുന്ന പോലെ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മൾ അതിലെ ചില ജെസ്റ്റേഴ്സും ചില പ്രയോഗങ്ങളും എടുത്തിട്ട് അതിങ്ങനെ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എന്നാൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഒരു മലയാളത്തിൽ അത് പറയാനും അങ്ങനെയാണ് നമ്മൾ ശ്രമിച്ചത്. അതുകൊണ്ട് പുറത്തുള്ള ആൾക്കാർക്കും അത് ഒരു പരിധി വരെ ഫോളോ ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് ലളിതമാക്കിയിട്ടാണ് ആ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ തലശ്ശേരി എന്ന് പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയുന്ന സ്ഥലമാണ്, അവിടുത്തെ ഒരു ജീവിതം നമുക്കറിയാം. ഇപ്പോൾ തൃശ്ശൂരുള്ള ആൾക്കാരുടെ ഒരു ലൈഫ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അതിനു വേണ്ടിയിട്ട് ഞാൻ അവിടെ പോകണം, അവിടുത്തെ ആൾക്കാരോട് സംസാരിക്കണം, അവിടുത്തെ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ അറിയണം, എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കഥ നമുക്ക് ഏതൊരു പശ്ചാത്തലത്തിലും നമുക്ക് കഥ പറയാൻ പറ്റും. പക്ഷേ നമ്മൾ ആ നാടിനെ കൂടുതൽ അറിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ തലശ്ശേരി ആകുമ്പോൾ എനിക്കുള്ളൊരു ഗുണം, എനിക്ക് തലശ്ശേരി അറിയാം, ഞാൻ അവിടെയാണ് പഠിച്ചു വളർന്നതൊക്കെ അവിടെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊരു പിന്നെ മലർവാടിയിലാണെങ്കിലും നമ്മൾ തലശ്ശേരിയിൽ നിന്ന് നടക്കുന്ന കഥ എന്ന് പറയുന്നുണ്ടെങ്കിലും ഷൂട്ട് ചെയ്തത് മിക്കവാറും ഷൊർണൂരിലാണ്. അപ്പോൾ തലശ്ശേരിയിൽ ചെയ്യാനുള്ളൊരു സ്പേസ് ശരിക്കും വന്നത് ഇതിനാണ്. അപ്പോൾ അത് നന്നായിട്ട് ഉപയോഗിച്ചു. ഓക്കെ. അതിൽ ഇപ്പം തലശ്ശേരി ഭാഷ പറയാത്ത ഒരാളാന്ന് പറയുന്നത് മനോജേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ തിരുവനന്തപുരം ഭാഷയാണ്. അതെ, തിരുവനന്തപുരം ഭാഷയാണ്. അപ്പോൾ നോർത്തുമായി സൗത്തുമായി തട്ടുകെട്ട് കഴിഞ്ഞ എൻ്റെ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ഈ ലവ് സ്റ്റോറി ഹാപ്പി എൻഡിങ്. സത്യം പറഞ്ഞാൽ ഈ മലബാറിൽ ഈ പ്രണയത്തിന് ഐക്കോണിക് ആയിട്ടുള്ള കുറേ സംഗതികൾ നമുക്ക് കിട്ടും. അതായത് വളക്കൂറുള്ള മണ്ണാണ് പ്രണയത്തിന്. അതെ, ശരിക്കും. അതായത് മലബാറിലെ കല്യാണങ്ങൾ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ആഘോഷമാണ്. ഒരുപാട് പൈസ പൊട്ടിച്ച് നടത്തുന്ന ഒരു ഭയങ്കര സെലിബ്രേഷനാണ്. അതുപോലെ അറബിക്കടലിൻ്റെ തീരത്തുള്ള എന്താ പറയുക പ്രണയ ജോഡികൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് അങ്ങനെയുള്ള കുറേ സങ്കല്പങ്ങളുണ്ടല്ലോ.
അതിനൊക്കെ സ്കോപ്പുണ്ട്. എൻ്റെ പടം തുടങ്ങുന്നത് അറബിക്കടലിൻ്റെ കുറുകെയുള്ള ഒരു കടൽപ്പാലത്തിലാണ്, പടം എൻഡ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ ഒരു ക്ലാസിക് ലവ് സ്റ്റോറിക്കൊക്കെ വേണ്ട ഒരു ബാക്ക് ഡ്രോപ്പ് നമുക്ക് തലശ്ശേരിയിലുണ്ട്. അതുപോലെ അതിനകത്ത് പറയുന്നുണ്ട് വടക്കൻ മലബാറിലെ കാറ്റിന് പോലും ഒരു പ്രത്യേക സുഗന്ധമാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു എവിടെയൊക്കെയോ ഒരു കവിയുടെ ഒരു ഭാവന കൂടി വന്നിട്ടുണ്ടോ? അത് നമ്മളിങ്ങനെ പ്രേമിക്കുന്ന പെൺകുട്ടിയുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉള്ളിലൊരു കാറ്റടിക്കൂല്ലേ, ആ കാറ്റാണത്. അപ്പൊ ഈ കാറ്റുകൾ പലതവണ അടിച്ചതുകൊണ്ടാണ് ഇത് നോട്ട് ചെയ്യാൻ കാരണമല്ലേ? അത് പ്രേമിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു കാറ്റ് ഇപ്പൊ നമുക്ക് അടിക്കുന്ന കാറ്റല്ല, അത് വേറെ കാറ്റാണ്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മഞ്ചു കൂടിക്കൂടി വന്നു. ഇതിലും ഒരു സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടായ്മ തന്നെയുണ്ട്. നമ്മുടെ മലർവാടി കണ്ടതുപോലെ തന്നെയാണ് ഇതിലും. നിവിൻ പോളിയാണ് വിനോദ് എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്നത്. ആദ്യം നിവിൻ പോളി തന്നെയായിരുന്നു അതിന് ഉദ്ദേശിച്ചത്. നിവിനെ വെച്ച് ആലോചിച്ചതല്ല. അപ്പോൾ ഇത് ആലോചിച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു 20-21 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വേണം. അപ്പം ഞാൻ അജുവിൻ്റെ അടുത്തും ഭഗത്തിൻ്റെ അടുത്തും നിവിൻ്റെ അടുത്തും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ഒരാളെ കണ്ടാൽ അവർക്കൊക്കെ ഈ ക്യാരക്ടർ അറിയാം, ഞാൻ അവരുമായിട്ടൊക്കെ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നിവിൻ അതിനനുസരിച്ച് ആൾക്കാരെ അന്വേഷിച്ച് എനിക്ക് ഒരു 2-3 പോർട്ട്ഫോളിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. വേറെ ആൾക്കാരുടെ പോർട്ട്ഫോളിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ സിനിമയ്ക്ക് കറക്റ്റായിട്ടുള്ള ആൾക്കാർ കിട്ടണമെന്ന് അവർക്കും ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മളിങ്ങനെ എറണാകുളത്ത് മീറ്റ് ചെയ്യുന്ന സമയത്ത് താടി ഇല്ലാണ്ട് ഞാൻ നിവിനെ ഒരു ദിവസം കണ്ടു. താടി ഇല്ലാണ്ട് കണ്ടപ്പോൾ വേറൊരാളായിട്ട് തോന്നി എനിക്ക്. ഞാനും ഈ പ്രകാശനായിട്ട് മാത്രമേ നിവിനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യം കാണുമ്പോഴും എൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോഴും ട്രാഫിക്കിലും മെട്രോയിലും സെവൻസിലും ഒക്കെ അവന് താടിയുണ്ട്. താടിയില്ലാണ്ട് പെട്ടെന്ന് കണ്ടപ്പോൾ വേറൊരു ഫേസ് ഞാൻ കാണുമ്പോൾ ഇച്ചിരി മെലിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി വേറൊരാൾ. അപ്പോൾ എനിക്ക് തോന്നി നിവിൻ ഇച്ചിരിയും കൂടെ മെലിഞ്ഞാൽ കുറച്ചുകൂടെ പ്രായം കുറയും, കുറച്ചുകൂടെ ഇപ്പം നന്നായിട്ട് സ്കിന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു 20-21 വയസ്സുള്ള ഒരാളായിട്ട് അവന് മാറാൻ പറ്റും തോന്നി. ഞാൻ എന്നിട്ട് അവനോട് ചോദിച്ചു. ആദ്യം ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഷാനിൻ്റെ അടുത്തൊക്കെ ആദ്യം ഞാൻ ചോദിച്ചു. അപ്പോൾ ഷാനും വളരെ പോസിറ്റീവായിട്ട് തോന്നി. നിവിനാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്, സുഹൃത്താണ്, നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ എന്നിട്ട് ഞാൻ നിവിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പം നിവിൻ പറഞ്ഞു വിനീതിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളതങ്ങ് ഫിക്സ് ചെയ്തു. അല്ല, അവർ ചെയ്തിട്ട് കാര്യമില്ല. ഭഗത്തിന്റെ ഒരു ഏരിയ ആണ്, അജുവിൻ്റെത് മാത്രമായിട്ടുള്ള ഒരു ഏരിയ. അവർക്ക് ആ ഏരിയ നിവിൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഇത് നിവിന്റെ ഏരിയ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മണ്ണിൻ കുളിരുള്ള പുലരിയിൽ പാരിപ്പാരി എന്നും എന്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. കുറേ നാളുകൾക്ക് ശേഷം മലയാളികൾ ഹൃദയത്തിലേറ്റിയ ഒരു അന്യഭാഷ നടി കൂടി മലയാള സിനിമയ്ക്ക് കിട്ടി. തട്ടത്തിന് മറയത്തം ഇഷ. എങ്ങനെ കണ്ടെത്തി ആ ഒരു സുന്ദരിയെ? ഇഷേനെ ജോമോൻ്റെ കൂടെ ആഡിൽ വർക്ക് ചെയ്തതിൻ്റെ ഒരു സ്റ്റില്ല് ജോമോൻ്റെ ഒരു ദിവസം എന്നെ കാണിച്ചു. അപ്പോൾ ഐഷേനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ പോർട്ട്ഫോളിയോസും കുറേ മലയാളികൾ ആദ്യം നോക്കി. മലയാളം സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ. പക്ഷെ കറക്റ്റ് ഒരു ഫേസ് കിട്ടുന്നില്ല. ഒരു മലബാർ ഉമ്മച്ചിക്കുട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നൊരു ഫേസ് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ജോമോൻ്റെ അടുത്ത് പറഞ്ഞു, ജോമോൻ ഇത് കൊള്ളാം, പക്ഷേ നമുക്ക് തട്ടോട്ടൊന്ന് കാണാൻ പറ്റിയാൽ
കുറച്ചുകൂടെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഇഷേനെ വിളിച്ചപ്പോൾ അവരും നല്ല പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. ഒരു എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസിനൊക്കെ മലയാള സിനിമയിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ടെന്നുള്ളത്. അവിടെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് നല്ല പേരാണ്. അപ്പോൾ നല്ല കാര്യം. അപ്പോൾ അവർ എനിക്ക് തട്ടോട്ട ഫോട്ടോസ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അയച്ചു തന്നു. ഫോട്ടോസ് കണ്ടപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇത് കറക്റ്റായിരിക്കും എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടി. പിന്നെ ഒരു കോസ്റ്റ്യൂം ട്രയലിന് നമ്മൾ അവിടുന്ന് ഇവരെ കൊച്ചിയിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ 1-2 സീനൊക്കെ റിഹേഴ്സ് ചെയ്യിച്ചു നോക്കി. കോസ്റ്റ്യൂം ട്രയലും ചെയ്തു. അവർ സബ്ജക്റ്റ് കേട്ടു. അവരും കൺവിൻസ്ഡായി. അവർ ഈ കോസ്റ്റ്യൂമിൽ വന്ന് ഈ ഡയലോഗ്സൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളും കൺവിൻസ്ഡായി. അങ്ങനെ അങ്ങ് ഫിക്സ് ചെയ്തു. അന്ന് ഞാൻ അച്ഛനെയൊക്കെ കാണിച്ചു, മുകേഷ് അങ്കിളിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. സോ ഇഷനെ അങ്ങ് ഫിക്സ് ചെയ്തു. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് വൃത്തിയുള്ള മനോഹരമായ വിഷ്വലുള്ള ഒരു സിനിമ ആണ് വിനീത് ശ്രീനിവാസൻ നമുക്ക് തന്നിരിക്കുന്നത്. ജോമോനാണ് ക്യാമറ. അതിൻ്റെ ക്രെഡിറ്റ് ജോമോൻ തന്നെ കൊടുക്കണം. കാരണം അവൻ എൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പോൾ പല സിനിമയിലെയും നമുക്ക് സിനിമാറ്റോഗ്രാഫേഴ്സിനെ ലൊക്കേഷൻ കാണാൻ വരുമ്പോൾ അവരുണ്ടാവും. ഷൂട്ടിൻ്റെ തലേൻ്റെ തലേന്നോ അവർ ജോയിൻ ചെയ്യും. അങ്ങനെയൊക്കെയല്ലേ നമുക്ക് കിട്ടാറുള്ളൂ. ബിസി ആവുമല്ലോ എല്ലാവരും. ഒരു പടം കഴിഞ്ഞാൽ അടുത്ത പടം അവരെല്ലാവരും ബിസിയാണല്ലോ. ജോമോൻ ലൊക്കേഷൻ കാണാൻ വേണ്ടി എൻ്റെ കൂടെ വരുമ്പോൾ ഒരാഴ്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് പലതവണയായിട്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഫുൾ സ്ക്രീൻ പ്ലേ അവൻ വായിച്ചിട്ടുണ്ട്. ഞാനിരുന്ന് നറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷൂട്ടിനൊരു 10-12 ദിവസം മുമ്പ് തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ സീനും നമ്മളിരുന്ന് വായിച്ച് അതിങ്ങനെ ചെയ്യാം, അതങ്ങനെ ചെയ്യാം, എങ്ങനെയായിരിക്കണം ഇതിൻ്റെ മേക്കിംഗ് പാറ്റേൺ എന്നുള്ളത് ഫിക്സ് ചെയ്തു. ഇപ്പോൾ ഈ പാട്ടിന് ഏത് ലെൻസിങ് വേണമെന്നുള്ളത് ജോമോന് ചില ലെൻസിങ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജോമോന് ചില സജഷൻസ് ഉണ്ടായിരുന്നു. അത് ചെയ്ത് പിന്നെ പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ലൈൻസ് ഞങ്ങൾ തന്നെ എഴുതി പഞ്ച് ചെയ്ത്. അപ്പോൾ അവനായതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ പിന്നെ ഫ്രെയിമിംഗ് ആണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും ക്യാരക്ടേഴ്സിനെ സ്ക്രീനിൽ കാണിക്കുന്നതാണെങ്കിലും എല്ലാത്തിനും ഒരു ക്വാളിറ്റി ഉണ്ടാവും. ആ സൈഡ് നമ്മൾ ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ എനിക്ക് പെർഫോമൻസിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫ്രെയിമിംഗ്, ലൈറ്റിംഗ്, ക്യാരക്ടേഴ്സിൻ്റെ ഒരു ലുക്ക്, ഈവൻ കോസ്റ്റ്യൂംസ്, അതിൻ്റെ കാര്യത്തിലൊക്കെ ജോമോൻ്റെ ഒരു പ്രസൻസ് എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു. മ്യൂസിക്കിൽ ഷാൻ ഉള്ള പോലെ ആയിരുന്നു ഫോട്ടോഗ്രാഫിയിൽ ജോമോൻ. അതുപോലെ തന്നെ ഈ തട്ടത്തിന് മറക്കുന്ന അതുപോലെ മെൻഷൻ ചെയ്യേണ്ട ഒരാളാണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ അജയൻ മാങ്ങാട്. അജയേട്ടൻ ഇവരെല്ലാവരും ഒന്നിച്ച് വരുമ്പോഴേ ഒരു ഭയങ്കര ടീമാണ്. നമുക്ക് ടെൻഷൻ ഇല്ലല്ലേ? നമുക്ക് ടെൻഷൻ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അജയേട്ടനൊക്കെ മലർവാടിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ മലർവാടി കഴിഞ്ഞിട്ട് അജയേട്ടൻ ബ്യൂട്ടിഫുൾ ചെയ്തു. അതിനിടയിൽ 1-2 പടങ്ങൾ ചെയ്തു. അപ്പോൾ പിന്നെയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് തട്ടത്തിൻ മറയത്തിൽ വരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ലൊക്കേഷനിൽ എത്തുമ്പോൾ റെഡി ആയിരിക്കും. അല്ലാതെ ആർട്ട് സെറ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ടല്ല നമ്മൾ ലൊക്കേഷനിൽ വരുന്നത്. സോ വെരി ഗുഡ് ടീം. അതുകൊണ്ട് തന്നെ ചിത്രീകരണ സമയത്ത് യാതൊരു വിധത്തിലും ജോളിയായിട്ട് അല്ലേ? ഇടയ്ക്ക് ഞാൻ ഫോട്ടോയിലോ മറ്റോ കണ്ടു ഈ വേറൊരു വേഷത്തിലൊക്കെ നിന്ന് ഡയറക്റ്റ് ലുങ്കി എടുത്തിട്ട്. അത് മഴ വന്ന സമയത്ത് ജീൻസ് നനയണ്ടെന്ന് വെച്ചിട്ട് ലുങ്കി എടുത്തതാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് മലയാള സിനിമയിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്നത്. പണ്ട് ആരൊക്കെയോ ലുങ്കിയൊക്കെ കൊടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് മര്യാദ മുണ്ടുകൊടുക്കാൻ പോലും അറിയില്ല. ഞാൻ അന്ന് ലുങ്കി എടുത്തത് ഇതാണ്. കാരണം പാൻറ് നനയണ്ട, കാരണം ജീൻസ് ആണല്ലോ, ഇത് ഉണങ്ങുമില്ലല്ലോ. അപ്പോൾ വിനീത് ശ്രീനിവാസനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗായകനായിട്ടാണ് എൻട്രി. പിന്നെ നടനായി, സംവിധായകനായി, തിരക്കഥാകൃത്താണ്. ഏറ്റവും പാടുള്ള ജോലി ഇതിലേതാണ്? എഴുതുക തന്നെയാണല്ലേ? അതാണ് ഏറ്റവും പാട്. ആരെങ്കിലും എഴുത്തന്നാൽ അത്രയും സൗകര്യം. അങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത്. എഴുത്ത് നമ്മളെ വല്ലാണ്ട് സമയം ഇങ്ങനെ എടുക്കും. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആലോചിച്ച് എഴുതാൻ പറ്റില്ല. ആലോചിച്ചാൽ എഴുതുന്ന ഒരു എഴുത്തുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ഇത് തോന്നിപ്പിക്കണം. അത് തോന്നിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തോന്നിപ്പിക്കുമ്പോഴേ അത് വരുള്ളൂ. നമ്മളിങ്ങനെ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സും ഒക്കെ ഇങ്ങനെ അർപ്പിച്ചങ്ങ് ഇരിക്കണം. ആ ഇരിപ്പിരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് എന്തെങ്കിലും ഐഡിയ സ്ട്രൈക്ക് ചെയ്യും. ഒരിക്കലും എൻ്റെ ഒരു സ്കില്ലാന്ന് ഞാൻ വിശ്വസിക്കുകയില്ല. ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയാം. അത് ചില സമയത്ത് ഉണ്ടാകുന്ന തോന്നലുകളാണ് നമ്മുടെ പേപ്പറിൽ വരുന്നത്. അതെങ്ങനെയാണ് തോന്നലുകൾ ഉണ്ടാകുന്നതെന്നുള്ളത് നമുക്ക് പറയാനും പറ്റില്ല. എഴുതി കഴിഞ്ഞതിന് ശേഷം ആദ്യം കാണിക്കുന്നത് അച്ഛനെ ആയിരിക്കും, ശ്രീനിവാസൻ സാറിനെ ആയിരിക്കും.
അല്ല, അച്ഛനെ ഇത്തവണ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ കാണിച്ചത്. ഞാൻ എൻ്റെ മലർവാടിയുടെ സ്ക്രിപ്റ്റുമായിട്ട് എന്തെങ്കിലും പറഞ്ഞു? മലർവാടി ഒന്നും ശരിയല്ല എന്നൊക്കെ ഫസ്റ്റ് ഡ്രാഫ്റ്റിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ പേടിയായിട്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം എൻ്റെ ഭാഗത്തുനിന്ന് കറക്ഷൻസ് ചെയ്ത് എനിക്ക് വിശ്വസിക്കാവുന്ന അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ വായിച്ചു കൊടുത്ത്, നന്നായിട്ട് വിമർശിക്കുന്ന ആൾക്കാർക്ക് വായിച്ചു കൊടുത്ത്, ഇപ്പോൾ എൻ്റെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുണ്ടല്ലോ അയാൾക്ക് വായിച്ചു കൊടുത്ത്, പിന്നെ എൻ്റെ കസിൻ ബ്രദറിന് വായിച്ചു കൊടുത്ത്, ഷാനിന് ഫുൾ സ്ക്രിപ്റ്റ്, ഓരോ സീൻ എഴുതുമ്പോഴും ഷാനിനൊക്കെ അറിയാം, വിത്ത് ഡയലോഗ്സ് ഞാനെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും പേരുടെ സജഷൻസും വിമർശനങ്ങളും കറക്ഷൻസും കഴിഞ്ഞ് അത് റീറൈറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നത്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അദ്ദേഹം തരാറുള്ളത്? തലശ്ശേരി ഭാഷയിലേക്ക് ഇത് മാറ്റിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള സജഷനായിരുന്നു. ഞാനൊരു ഒരു ന്യൂട്രൽ ലാംഗ്വേജിലാണ് അത് എഴുതിയത്, അതിലൊരു സ്ലാങ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇത് ഫുള്ളായിട്ടൊരു തലശ്ശേരി പടമായിട്ടാണ് കൺസീവ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഈ പടം കാണുമ്പോൾ ശരിക്കും തലശ്ശേരി ഫീൽ ചെയ്യണമെങ്കിൽ ഇത് തലശ്ശേരി ഭാഷയിലോട്ട് മാറ്റി തന്നെ വേണമെന്ന് പറഞ്ഞു. അതായിരുന്നു അച്ഛൻ്റെ ഒരു മെയിൻ സെഷൻ. പിന്നെ 1-2 സ്ഥലത്തൊക്കെ ചില ഡയലോഗുകൾ ഒഴിവാക്കാം എന്നൊക്കെയുള്ള അങ്ങനെയുള്ള മൈനർ കറക്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നു. ഉമ്മച്ചി കുട്ടികളുടെ മൊഞ്ചൊന്നും പോയി പോവൂല. പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. എടാ ഓക്കുവിനെ ഇഷ്ടമുണ്ടേ. മോളിപ്പോ തിരിഞ്ഞു നോക്കിയില്ലേ? നിന്റെ ഐഷ്യന്റെ 5 അടി ശരീരത്തിൽ 5 ഇഞ്ച് ആകെ വെളി കാണണേ. അതിൽ കണ്ണൊക്കെ പോയാൽ മൂക്കങ്ങോട്ടെ പോയി ചേച്ചാ ഞാനെന്ത് പറയാനാ? മുമ്പ് പലതവണ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും പെണ്ണൊരു അത്ഭുതമായിട്ട് തോന്നിയത് ആദ്യമായിരുന്നു. മലർവാടി നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടനാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ശ്രീനിവാസൻ സാറും മുകേഷ് ഏട്ടനും ചേർന്നിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാരാണ് വിനീത് ശ്രീനിവാസന്റെ 2 സിനിമയും നിർമ്മിച്ചിരിക്കുന്നത്. അത് ഭയങ്കര ഒബ്സർവേഷൻ ആയി പോയിട്ടാ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. സിനിമയുടെ ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അവർ പൈസേനെ പറ്റിയിട്ടല്ല ആദ്യം ആലോചിക്കുക, അവരതിൻ്റെ ക്വാളിറ്റിയാണ് ആദ്യം ആലോചിക്കുക. ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്തോ മുകേഷ് അങ്കിളിൻ്റെ അടുത്തോ ഇപ്പോൾ നമുക്കൊരു റിക്വയർമെൻറ്റ് വേണമെന്ന് പറയുമ്പോൾ അതിന് ഇത്ര പൈസയാവും എന്നുള്ളതല്ല അവരുടെ മനസ്സിൽ വരിക. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ക്വാളിറ്റി ഉണ്ടാവുമോ, ഈ സിനിമേനെ അത് ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളതാണ് ആദ്യം വരുന്ന ആലോചന. അപ്പോൾ ബിസിനസ്സുകാരല്ലാത്ത ആളുകൾ പ്രൊഡ്യൂസർമാരാകുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ LJ ആണ്, ലാലുവേട്ടനാണ് എടുത്തിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഇത്രയും ക്ലീനായിട്ട് അവർ ഡീൽ ചെയ്യുമ്പോഴേ, അപ്പോൾ നമ്മുടെ പോസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ ഫ്ലെക്സ് ബോർഡ്സ് ആണെങ്കിലും, ഞാനിപ്പോൾ ഈ തിയേറ്റർ വിസിറ്റ്സ് ആയിട്ട് കേരളം മുഴുവൻ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മുടെ ടെലിഫോൺ പോസ്റ്റിൽ നമ്മുടെ ഫ്ലെക്സസ്, എല്ലാ സ്ഥലത്തും പോസ്റ്റേഴ്സ്, വലിയ ബാനേഴ്സ്, അല്ലാണ്ടുള്ള പേപ്പർ ആഡ്സ് ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് നിർത്തിയിട്ടില്ല അവർ. ഓരോ ആഴ്ചയും പേപ്പർ ആഡ്സ് വരുന്നുണ്ട്, എത്രയോ പേപ്പേഴ്സിൽ വരുന്നുണ്ട്. നല്ല മാർക്കറ്റിങ്ങും പിന്നെ ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് എന്നെ വിളിച്ച് പറയും. അങ്ങനെ ഭയങ്കര സിനിമയോട് പാഷനുള്ള ആളുകൾ ഇത് ചെയ്യുമ്പോൾ, പ്രൊഡക്ഷൻ സൈഡിലും ഡിസ്ട്രിബ്യൂഷൻ സൈഡിലും ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു ഗുണം തന്നെയാണ്. കാരണം അവിടെ ഇതിനൊക്കെ ആദ്യം പൈസ ചിന്തിക്കുന്ന ഒരാളാകുമ്പോൾ നമ്മുടെ തന്നെ എനർജിക്ക് ഒരു കുറവുണ്ടാവും. അയ്യോ അവർ നമ്മുടെ കൂടെ അല്ലല്ലോ, അവർ ആദ്യം ആലോചിക്കുന്ന പൈസയാണല്ലോ, അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ നമുക്ക് അപ്പോഴാണ് അത് കൂടുക. ഇതിപ്പോൾ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും ക്രിയേറ്റീവ് സൈഡിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് അവർ നിൽക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു പ്രോത്സാഹനം തന്നെയാണ് ശരിക്കും. എങ്ങനെയാണ് ഈ ഒരു പേരിലേക്ക് വിനീത് തന്നെയാണോ സജസ്റ്റ് ചെയ്തത്? അല്ല, ഇത് എൻ്റെ ലിറിസിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഒരു പാട്ട് അനു എലിസബത്ത് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് നമ്മുടെ പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അനുവിന് ഞാൻ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തിട്ട് ട്യൂൺ ഷാൻ അയച്ചു കൊടുത്തു. അപ്പോൾ ട്യൂൺ അയച്ചു കൊടുത്ത് അവൾ ആദ്യം എഴുതിയ ലൈനാണിത്: തട്ടത്തിൻ മറയത്തെ പെണ്ണെ നിൻ കണ്ണിൽ എന്നെ ഞാൻ കണ്ടേ. അപ്പോൾ ആ തട്ടത്തിൻ മറയത്തെ പെണ്ണെ എന്നുള്ള ഇതിൽ നിന്നാണ് തട്ടത്തിൻ മറയത്ത് എന്നുള്ള ടൈറ്റിൽ നമ്മൾ എടുത്തത്. അപ്പോൾ അച്ഛനോടും മുകേഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവർക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. ഇത് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ക്രൂവിലുള്ള ആൾക്കാർക്കും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വിനീത് ശ്രീനിവാസൻ എന്ന ഡയറക്ടറെ സ്വാധീനിച്ചിട്ടുള്ള സംവിധായകർ ആരൊക്കെയാണ്? സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ, ഫർഹാൻ അക്തർ.
ഇവർ 3 പേരുമാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്റ്റഫർ നോളാൻ, അങ്ങനെയുള്ള വലിയ വലിയ പേരുകൾ പറയാം. മലയാള സിനിമയിൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല 2 ആൾക്കാർ സത്യൻ അന്തിക്കാട്, പിന്നെ പ്രിയനങ്കിൾ. പിന്നെ ഈ കണ്ടംപററി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഫിലിം മേക്കേഴ്സ് എല്ലാവരും, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ ആഷിഖ് അബു, അല്ലെങ്കിൽ സമീർ താഹിർ, അരുൺ കുമാർ, ഇവരെല്ലാവരും ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം അവർ ഡയറിങ് ആയിട്ടുള്ള പുതിയ രീതിയിലുള്ള സിനിമകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫഹദ് ഫാസിൽ, ദുൽഖർ, പിന്നെ നിവിൻ, ഇവർ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവരൊക്കെ സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ടും പാഷനും ഒക്കെ കാണുമ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് നമ്മൾ മടി പിടിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളത് അവർ ഓർമ്മിപ്പിക്കുകയാണ് ശരിക്കും. പണി കൂടുകയാണ്. അത് ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെയാണ്. എനിക്ക് ഷാനും ദുൽഖറൊക്കെ ഒരു പടത്തിനെടുക്കുന്ന ഒരു സ്ട്രെയിനൊക്കെ നമുക്കറിയാം. അപ്പോൾ നല്ല കാര്യമാണത്. തീർച്ചയായിട്ടും അവരൊന്നും അവരുടെ മുൻഗാമികളുടെ നിഴലിൽ അല്ല ഈ സിനിമയിലേക്ക് വന്നത്. ഇപ്പം വിനീത് ശ്രീനിവാസനെ ഉൾപ്പെടെ പറയുകയാണെങ്കിൽ ദുൽഖറും ഫഹദും ഒക്കെ അങ്ങനെ തന്നെയാണ്. എപ്പോഴാണ് നിങ്ങൾ ഒരുമിക്കുക, അല്ലെങ്കിൽ അതിനു മുമ്പ് അവരുടെ പിതാക്കന്മാരുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടോ? ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹമുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സിനിമ ചെയ്യണം. ഇപ്പോൾ ചാലു ഉസ്താദിന് മുമ്പ് ഞാനും ദുൽഖറും തമ്മിൽ സംസാരിച്ചപ്പോൾ ദുൽഖർ എൻ്റെ അടുത്ത് ചോദിച്ചു, വിനീത് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ പറയണേ, നമുക്ക് ചെയ്യാം. അത് നമ്മൾ ചെറുപ്പം തൊട്ടേ അറിയുന്ന ആൾക്കാരായതുകൊണ്ട്. അപ്പോൾ ഷാനുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷാനു നമുക്കൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ഭയങ്കര ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നുണ്ട്. പക്ഷേ സബ്ജക്റ്റ് അതിനനുസരിച്ചുള്ള ഒരു സബ്ജക്റ്റ് ആവണമല്ലോ. അതിനു മുമ്പ് ലാലേട്ടനും മമ്മൂക്കായ്ക്കൊക്കെ എനിക്ക് പല ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾക്ക് എനിക്ക് ലാലങ്ങളിനെ വെച്ച് സിനിമ ചെയ്യണം, മമ്മൂട്ടിയങ്ങളിനെ വെച്ച് സിനിമ ചെയ്യണം, ദിലീപേട്ടനെ വെച്ച് സിനിമ ചെയ്യണം. അപ്പം എന്തായാലും വളരെയധികം സന്തോഷം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ ജയ്ഹിന്ദ് പ്രേക്ഷകരോട് കുറച്ച് സമയം ചെലവഴിച്ചതിൽ. വിനീത് ശ്രീനിവാസനെ തിരക്കഥയിൽ കിട്ടിയിട്ട് ഒരു പാട്ടെങ്കിലും പാടിക്കാതെ വിട്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർ എന്നോട് പിണങ്ങും. അതുകൊണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ഈ സിനിമയുടെ തന്നെ ആയിക്കോട്ടെ. തട്ടത്തിൻ മറയത്തെ പെണ്ണെ നിൻ കണ്ണിലെന്നെ ഞാൻ കണ്ടേ, മാനത്തെ താരങ്ങൾ പോലെ ഉള്ളിൽ നിറഞ്ഞു നീ പിന്നെ, അരികിലായി വന്നു നിൻ മൃദുലമാം കൈ തൊട്ടാൽ അരുമയായി നീ പാടുമോ, അലസമാം നിൻ കൂന്തൽ ചുരുളുകൾ മോഹത്തിൻ മന്ത്രം ചൊല്ലുന്നുണ്ടോ. എന്തായാലും വളരെയധികം സന്തോഷം. തട്ടത്തിന് മറയത്തൊരു വലിയ വിജയമായി മാറട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. താങ്ക്സ് അലോട്ട്.